ഖുർആൻ അറിയണമെങ്കിൽ ഭാഷയൊക്കെ അറിയണം, അല്ലാതെ അത് പഠിക്കാൻ കഴിയില്ല. കാരണം യഹൂദല്ല കാലേന റസൂൽ അതിപ്പോ കസ്സബ ഈ കൗമുക നിന്റെ സമൂഹം നിന്നെ കളവാക്കി ഇരിക്കുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കസ്സബ ഈ കൗമുക നിന്റെ ജനത കളവാക്കി കളഞ്ഞിരിക്കുന്നു. ആ ജനതയെ മാതൃകയാക്കാനാണ് നമ്മുടെ സമൂഹം നമ്മോട് പറയുന്നത്. നബിയോടെ പറയുന്നത് നിന്റെ കൂടെയുള്ള ആളുകൾ മുസ്ലിമാണോ മുനാഫിക്കാണോ എന്ന് നിനക്ക് തന്നെ തിരിച്ചറിയില്ലാന്ന് നബിയോട് പല ആയത്തുകളിൽ സൂറത്ത് തൗബയിൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. നിന്റെ കൂടെ നടക്കുന്ന ആളുകളെ നിനക്ക് തന്നെ തിരിച്ചറിയില്ല, അവർ മൂമിനാണോ മുനാഫിക്കാണോ എന്ന്. എനിക്കേ അവരെ കുറിച്ച് അറിയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ കസ്സബ ഈ കൗമുക നിന്റെ ജനത നിന്നെ കളവാക്കി കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രതികരണം തന്നെയാണ് നബി നടത്തിയത്. കാല റസൂലു ഇന്ന റബ്ബി യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന റസൂൽ ആ കാലഘട്ടത്തിൽ വിരമിച്ചതാണ്. അത് പരലോകത്തിൽ വിരമിച്ചതല്ല. അത് എന്തുകൊണ്ട് മനസ്സിലായതുകൊണ്ട് ഭാഷ പഠിച്ചുകൊണ്ട് മനസ്സിലായി. ബേസിക് മീനിങ്ങിന്റെ ഓരോ പദത്തിനും ഞങ്ങൾ അസിലുമാനാണ് അറബി പറയാം, അസിലുമാനാണ് ഞങ്ങൾ പറയുന്ന അറബിയിൽ. ഇംഗ്ലീഷിൽ ബേസിക് മീനിങ്. ഈ അടിസ്ഥാന അർത്ഥമുണ്ട് ഓരോ പദത്തിനും. ഈ ലഹമ എന്ന വേർഡിന്റെ അടിസ്ഥാന അർത്ഥം വെൽഡ് ചെയ്യാനാണ്. പൊട്ടിപ്പോയതിന് വെൽഡ് ചെയ്ത് ശക്തി കൊടുക്കുകയാണ്. മാംസം എന്നുള്ളത് അതിന്റെ ഉദ്ദേശാർത്ഥാണ്. ഒറിജിനൽ അസിലുമാന അല്ലാതെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ എല്ലുകൾക്ക് ബലം കൊടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് മാംസം എന്നുള്ളത് കൊണ്ട് അതിന് മാംസത്തിന് ലഹമ എന്ന് പിന്നീട് ഉപയോഗിച്ചതാ. അല്ലെങ്കിൽ നിങ്ങൾ ഭാഷ അറിയുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, ലഹമ എന്നുള്ള വേർഡിന്റെ ഒന്നാമത്തെ. ഗൾഫിൽ പോയ ആളുകൾക്ക് അറിയാം, വെൽഡർക്ക് ലഹം എന്നാ പറയാം, വെൽഡിംഗ് ജോലി എടുക്കുന്ന ആളുകൾക്ക് ലഹം എന്നാ പറയാം. ഇതിന്റെ ഉദ്ദേശാർത്ഥം ഇപ്പൊ റഹബ് എന്ന് പറഞ്ഞ സ്വർണം, അതിന്റെ അസലുമാന പോകുക എന്ന അർത്ഥം. റഹബ പോയി എന്നാണ്. ഈ പോയി എന്നുള്ളതിൽ നിന്ന് മനുഷ്യന്റെ കയ്യിൽ സ്ഥായിയായി നിൽക്കാത്ത ഒരു വസ്തുവായതുകൊണ്ട് അതിനെ റഹബ് എന്ന് പിന്നീട് പേര് കൊടുത്തതാണ്. അസലുമായ സ്വർണം എന്നല്ല, അടിസ്ഥാനപരമായ അർത്ഥമുണ്ട് ഓരോ പദത്തിനും. അപ്പൊ ഈ അൽ ഖിൻസീർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തെ. പന്നികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുന്നവൻ ഫാസിഖാൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അവരെക്കാൾ കുൽ ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ മിനല്ലാഹി, അവനേക്കാൾ മോശമായ ഒരാളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ കുറിച്ച് മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹും, അവൻ അവരിൽ നിന്നും ഉണ്ടാക്കി തീർത്തു വൽ ഖിർദത വൽ ഖനാസീറ വഅബദത തൗത്ത്. ഇതൊക്കെ ശരിയായ വന്യാന്ന് പറഞ്ഞാക്കണ്ടോ, അബദ തൗത്ത് ഇപ്പുറത്ത് വെച്ചത് പൊളിക്കാതിരിക്കുക. എന്ത് വളരെ സൂക്ഷ്മമായിട്ടാണ് പടത്തിന്റെ പ്രയോഗം. ഇത് ശരിയായ പറഞ്ഞാന്ന് ഒരാൾ പറഞ്ഞാൽ മൂന്നാമത്തതും ശരിയായ അബദ താവൂത്ത് ആരാന്ന് ചോദിച്ചാൽ പോയി. താവൂത്തിന് ഈ ഭാഗത്തെടുക്കുന്നത് പോത്തുകളുണ്ടോ? പോത്തുകൾ ആരെങ്കിലും താവൂത്തിന് ഈ ഭാഗത്തെടുക്കും, ഏതെങ്കിലും കുരങ്ങുകൾ സംഗതികൾ പോയി. അതാണ് ഒരു തലക്കണ്ണ് അടിച്ചിട്ട് അവിടെ ശരിയായിട്ടില്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്തും തച്ച അത് ശരിക്കാൻ നിൽക്കും. അതാണ് പരിശുദ്ധ ഖുർആന്റെ മഹത്വം എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിന്ന് കുരങ്ങുകളെയും പന്നികളെയും അക്രമികളെയും ദുർമൂർത്തികൾക്കും അക്രമികളായ ആളുകൾക്കും വിധേയരാകുന്ന ആളുകളെയും ഉണ്ടാക്കി തീർത്തവരാണ് അവർ. ആ ഖനാസീർ, ആ സ്വഭാവത്തിന് എല്ലാ ചീത്തകളെയും വാരി വീഴുമെന്ന പന്നിയുടെ സ്വഭാവത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്, അഡോപ്റ്റ് ചെയ്യരുത്, സ്വീകരിക്കരുത്. അതും നിങ്ങൾക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു, അതും നിങ്ങളിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു എന്നാണ്. അതിന് ബലം കൊടുക്കരുത് നിങ്ങൾ, ആ സ്വഭാവത്തിന് ശക്തി കൊടുക്കരുത് നിങ്ങൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് അത് തീറ്റയും കൂടിയാക്കി. എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണമെങ്കിൽ എടുക്കണ്ട. ഖുർആനെ വിശദീകരിച്ചു. ഇതാണ് ഹുർരിമത്ത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹ്മൽ ഖിൻസീർ. അള്ളാഹുവിന്റെ വക്കൽ നിന്നല്ലാതെ, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കലും നിങ്ങൾക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വചനങ്ങളെ അതാണ് വമാ ഉഹില്ല ഗൈരില്ലാഹി ബിഹി, അല്ലാതെ അള്ളാഹു അല്ലാത്തവർക്ക് അർക്കപ്പെട്ടതല്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആൻ പഠിക്കുക, ഓരോ വചനവും പഠിക്കണം. ഇതിപ്പോ ഇന്നത്തെ ഖുർആൻ എന്താന്ന് പറഞ്ഞാല് ആയ ഖുർആനിനെ പാക്കി മതിയാണ് ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം. ദീൻ പഠിക്കുക, ദീൻ പഠിക്കുക, ദീൻ പഠിക്കുക. എന്താ ദുആ പഠിക്കലാണ് സഹോദരങ്ങളെ? ദീൻ പഠിക്കണ്ട, ദീൻ പഠിക്കണ്ട. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു എന്തപ്പോ ദീൻ പഠിക്കാനുള്ളത്. കിടക്കുമ്പോ എന്താണ്, ബദ്ദൂസി പോകുമ്പോ എന്താണ്, പെണ്ണുങ്ങളെടുത്ത് പോകുമ്പോ എന്താണ്, വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താണ്? ഈ ദുആ എങ്ങനെ പഠിക്കലല്ലാതെ എന്താ ദീൻ പഠിക്കും? എന്താ ദീൻ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാനുള്ള ദീൻ എന്താ ഇവിടെ ലോകത്തുള്ളത്? ഇന്നത്തെ ദീൻ എന്താ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എന്താണ് സ്ഥാപിക്കാനുള്ള ദീൻ എന്താ ഇവിടെ ഉള്ളത്?